കണ്ണൂർ ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ്, പശു നെയ്യില്ലേ, ആ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല. വിസ്കില്ലേ, വിസ്കോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലായാലും നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. നെയ്യ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൽ 1/4 ടീസ്പൂണിനെക്കാട്ടും കുറവ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് അരിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടായാലും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഒരു ഏലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് മുട്ടൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലിത്തട്ടിലാണ്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ നമുക്ക് കുറച്ച് ഓയിൽ ആയി കൊടുക്കാം. ഈ ഇഡ്ഡലിത്തട്ടിൽ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ അടിയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്ത് മാത്രം ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓയിൽ മാത്രം ആയി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മാവില്ല, ഒരു മുട്ടക്ക് ഉണ്ടാക്കിയ മാവ് മുഴുവൻ ഈ ഇഡ്ഡലിത്തട്ടിൽ നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 എണ്ണമാണ് ഉള്ളത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. മിക്സ്ഡ് കളറാകുമ്പോൾ നല്ല രസം ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് റെഡ് കളർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെള്ളം ചൂടാകാൻ വെച്ചിരുന്നു. നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിമിനനുസരിച്ചിട്ട് സമയത്തിലെല്ലാം മാറ്റം വരും. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് കറക്റ്റ് 12 മിനിറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് വെന്തരോ നോക്കിയാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ആവിയിൽ വേവിച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കിട്ടും. ഇങ്ങനെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഉള്ളത്. ഇനി അടിയിലുള്ള ആ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് കളയാം. നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.